ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക പാവം. കൊള്ളാലോടാ അവള്. പെട്ടെന്ന് കിട്ടിയല്ലോ. കൂടെ ഒരുത്തൻ അവളുടെ കസിനാ എപ്പോഴും കൂടെ ഉണ്ടോ? ഇത് കൊള്ളാലോ, ഒരു കുഴപ്പമില്ല. ശരിക്കും ഒരു മാറ്റമൊക്കെ ഉണ്ട്. അതൊരു പൂവാകുമ്പോഴേ അതിന്റെ ചുറ്റും കുറച്ച് പൂമ്പാറ്റകളൊക്കെ ഉണ്ടാവും. അതിന് തെറ്റൊന്നുമില്ലല്ലോ. എന്താന്ന് കുറച്ചെങ്കിലും തേൻ ബാക്കി ഉണ്ടായിരുന്നാ മതിയോ? കുറച്ചുണ്ടാവും. മാപ്പിള എന്റെ വായ കിടക്കുന്ന കേക്കരുത്. കസിനാണ്. കസിൻ വന്നേ. ഒന്നും പറയണ്ട. ഐ നോ. ഹായ് ഹരി. ഹായ് ഇരിക്കേ. അച്ചായോ എന്തോ എല്ലാരും ഉണ്ടല്ലോ. എന്താ പരിപാടി? നട്ടം ചുറ്റി തിരിഞ്ഞു വിടം വരെ. ഓ മനസ്സിലായി. മനസ്സിലായില്ലേ? ഇതാരാ? ജ്യൂസ് വരട്ടെ ഹരി? ഏയ് വേണ്ട. എനിക്ക് ജ്യൂസ് വേണം. എനിക്കും പിന്നെ വെയിറ്റർ ഇല്ല ഇവിടെ. ഹലോ, ഇവിടെ സെൽഫ് സർവീസാ. സെൽഫ് സർവീസ് കേട്ടിട്ടില്ലേ? എന്നാ താമ്പോയും ജ്യൂസ് മേടിച്ചിട്ടോ അല്ലേ? മര്യാദക്കിരിക്കാൻ. എന്താണ്? അതെ കസിന യൂണിയൻകാരനല്ല. അയ്യോ, പോട്ടറല്ല. ഐ തോട്ട് ദാറ്റ് യു ആർ എ പോട്ടർ. സോറി. ആ ലംബ തലക്കിടുന്ന സർ, ഒരേ 4 ലക്ഷ്മിക്ക് ഇഷ്ടമുള്ള ജ്യൂസ്. വേണ്ട. അല്ല ഇതെന്തിനാ പൈസ സാറേ കാശെടുത്ത് വീശിയ വീശിയായി സാറേ. മോനെ ഒരു 4 ചിക്കു. ഓക്കെ ഇപ്പോഴെങ്കിലും ഇറക്കി. വേണ്ട. ഹരി ആരത്? എന്റെ കസിനാ മനു. ഓ ഹലോ ഹലോ. ഐ എം പൊമേറോ. ബൊലേറോ. പൊമേറോ. എന്താണ്? പൊമേറോ. ഐ ആം ടാറ്റ സുമോ. ഇതെന്ത് പേരാ? ജീപ്പിന്റെ ഒക്കെ പേര് വരെ. ഇല്ല കുഴപ്പമില്ല. ഹായ് സാന്റി. ചാണ്ടിയോ ലച്ചു. ഹായ് ലവ്. ഹൗ ആർ യു? കുറച്ച് മണ്ണ് വരെ തിന്നാൻ പാടില്ല എനിക്ക്. പരാഗണം തുടങ്ങി. ജ്യൂസ് കുടിച്ചോ? Okay, Lechu. Yeah, we can. Bye. Chance, let's go. എന്തായി? എന്താ സാറേ ദുഡ് പോയാലാ? ഓടും. ലക്ഷ്മി അതാരാ ലക്ഷ്മി? ആരത്? കസിൻ. കസിൻ. കസിനാ? ഒന്ന് വിളിച്ച 3 വേണമെങ്കിൽ ഞാനൊരു കസിൻ. അയ്യേ. ഇനിയുണ്ടോ ഈ ജാതി കസിൻസ്? അല്ല ലക്ഷ്മി എന്താ ലീവ് എടുത്ത? ഓ അതോ പ്രത്യേകിച്ച് ഒന്നുമില്ല, ചെറിയൊരു ഷോപ്പിംഗ്. ആണോ? അല്ല നിങ്ങളോ? ആ ഞങ്ങളും സൈറ്റിൽ നിന്ന് ചാടിയതാ. ഓൺ ഡ്യൂട്ടി. ലക്ഷ്മി ഇല്ലാത്തോണ്ടേ സൈറ്റിലിപ്പോ കമ്പി ഇല്ലാത്ത ഫില്ലർ പോലെ ഷെഫീഖ് സാറിന് ആർക്കും ഒരു കമ്പി ഐ മീൻ കമ്പനി ഇല്ല. ഓ ആണോ? ഉഷാറില്ല. ലക്ഷ്മി ഒരു മിനിറ്റ്. ഇറ്റ്സ് ഓക്കെ. അല്ല എനിക്ക് തന്നോടൊരു കാര്യം പറയാം. പറഞ്ഞോ. എന്താ കാര്യം? ഇവിടെ അല്ല, പേഴ്സണലായിട്ട് വരൂ. തരാട്ടോ മാപ്പിള. ഓക്കെ. അയ്യോ ഇനിയിപ്പോ നമ്മള് ഇതും കൂടി എടുത്ത് കുടിച്ചോ. ഇത് കുടിച്ചോ. ജ്യൂസ് കുടിച്ചോ. ഈ ജ്യൂസ് ഒന്നും മേടിച്ചു കൊടുത്തു ഒരു കാര്യം. ഞാനേ മെട്രോയില് ഡ്രാഫ്റ്റ്സ്മാനാ. എന്താ? മെട്രോയില് ഡ്രാഫ്റ്റ്സ്മാൻ. ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറാ. ആണോ? എവിടെ? വിപ്രോ. വിപ്രോ കമ്പനി ഓട്ടോ. വിപ്രോയില് മെക്കാനിക്കൽ എഞ്ചിനീയറാ? ആ പുതിയ പോസ്റ്റാണ്. വിപ്രോയിൽ അങ്ങനെ ഒരു പോസ്റ്റ് ഇല്ലല്ലോ. താൻ ഡ്രാഫ്റ്റ്മാൻ അല്ലേ? അതെ. ഏത് 10ാം ക്ലാസ് പാസ്സായാലും ഡ്രാഫ്റ്റ്മാൻ ആവാ. ഓക്കെ, ഈ വരം കുറയൊക്കെ അല്ലേ, വലിയ ആളാവല്ലേ താൻ. മനസ്സിലായല്ലോ. അത് കുടിക്കും. വലിച്ചു കുടിക്കും. എടോ താൻ കുടിക്കും. ഞാൻ കുടിക്കും. ലക്ഷ്മി കുടിച്ചാലേ ഞാൻ കുടിക്കും. ഇളക്കി കുടിക്കും. ലക്ഷ്മി ഞാൻ പറഞ്ഞ കാര്യം എന്തായി? താനൊന്നും പറഞ്ഞില്ലല്ലോ. എന്ത് കാര്യം ഹരി? ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ലേ? താനിങ്ങനെ എക്സൈറ്റഡ് ആവല്ലേ? ഇതെല്ലാം ആലോചിച്ചെടുക്കേണ്ട തീരുമാനങ്ങളല്ലേ.
ടൈം ഉണ്ടല്ലോ. അതല്ലടോ, ഞാൻ ഇന്നലെ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ. അമ്മ പ്രപ്പോസലായിട്ട് മുമ്പോട്ട് പോകാനുള്ള പരിപാടിയില്ല. ഞാൻ നാളെ പോയി പെണ്ണുണ്ട് കഴിഞ്ഞാൽ അത് ഫിക്സ് ആവും. താനൊരു ഓക്കെ പറയണമെങ്കിൽ എനിക്ക് വീട്ടിൽ കാര്യങ്ങൾ അവതരിപ്പിക്കായിരുന്നു. ഇതെല്ലാം ഒരു മാറ്റർ ആണോ ഹരി? നമ്മുടെ കാര്യങ്ങൾ നമുക്കറിയില്ലേ? അതോ തനിക്ക് പിന്നെ വിശ്വാസം ഇല്ലാന്നുണ്ടോ? അയ്യോ അതല്ല ലച്ചു, ലച്ചുവിന് എനിക്ക് വിശ്വാസമാണ്. താനൊരു വാക്ക് പറയണമെങ്കിൽ എനിക്ക് ഈ പോവാം. മൂവി തുടങ്ങാറ്. ഐ എം കമ്മിങ്. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ പിന്നെ കാണാം. ഓക്കെ ബൈ, ടേക്ക് കെയർ. എന്താ പറഞ്ഞേ? ഓഹോ, അത് സ്ഥിരം പരിപാടി തന്നെ. പ്രൊപ്പോസൽ മൂഡ് റിവ്യൂ എങ്ങനെയുണ്ട്? അവളെ കൊണ്ടുപോകുമ്പോ അവള് താന്ന് പോയടാ. അവളെ നൈസായിട്ട് പറ്റിച്ചല്ലേ? പാവം ഒരു സാറല്ലേ. ഈ സാധനത്തിന് വേണ്ടിയാണ് ഉള്ള പണിയും കളഞ്ഞ മനുഷ്യ ഇവിടം വരെ വന്ന്. എന്തു പണി? അല്ല ഇയാൾക്കെന്താ പണി? താൻ ചുമ്മാരിക്കേ. ഓ ദേ, ഇത് നടപടിയാവണ കേസല്ല. അമ്മ പറഞ്ഞ പെണ്ണെ നോക്കുന്ന കാര്യം നല്ലത്. ഏയ് സാറ് ഹലോ സാറേ, ഞാൻ ഹരിസാറിന്റെ ഒപ്പമുണ്ട് സാറേ. ആ ഞങ്ങള് കമ്പി നോക്കാൻ വേണ്ടി വന്നാ. ഇല്ല സാറേ കിട്ടില്ല, അത് വേറെ ആമ്പിള്ളേർ കൊണ്ടുപോയി. ഹരിസാർ പറഞ്ഞേ കെട്ടി കമ്പി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്ന്. ഓ ആ ശരി സാർ, ഓക്കെ സാർ. ആ ശരി ഓക്കെ, കുഴപ്പമില്ല. മനുഷ്യനോട് ഊരയ്ക്ക് തീ പിടിച്ചോണ്ടിരിക്കുമ്പോ പോക്കൃതം പറയാൻ നിൽക്കരുത്. എന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പുള്ളി ഞാൻ കേൾക്കണം. ഞാൻ പുള്ളി കേൾപ്പിച്ചാ. കുട്ടികളെ പിടിച്ച് രണ്ടെണ്ണം കൊടുത്തിട്ട് സംസാരിച്ചാൽ മതി. നോക്കി പിടിപ്പിക്കണം. നീ ഉണ്ടാക്കണം. അയ്യോ ചേട്ടാ 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 ഒന്നും ചെയ്യലേട്ടോ. നീ പറഞ്ഞായിരുന്നോ? ഇല്ലാത്തോണ്ടാണ് ഇല്ലാത്തോണ്ടാണ്. ഒന്നും ചെയ്യലേട്ടാ. മിണ്ടല്ലടാ നീ. നിന്റെ പ്രശ്നം അവനൊന്നും ചെയ്യലേട്ടാ, പാവട്ട. ഒന്നും ചെയ്യലേട്ടാ. എന്തത്? ചേട്ടാ പ്ലീസ്. മുടി വെട്ടി കൂടറ എനിക്ക്. അതെ ഒരം കൊടുക്കടാ നീ. കൈ താത്താ നീ. പ്ലീസ്. മനസ്സിലായോ? മനുഷ്യനെ സമാനമായിട്ട് തൂറാൻ സമ്മതിക്കും നീയൊക്കെ. കണ്ടുകഴിഞ്ഞൊരു പാമ്പുണ്ടല്ലോ. ഇവന്മാരെ പിടിച്ച് തല്ലിയാലാണ് ഇവന്മാർക്ക് ഒരു റെസ്പെക്ട് ഒക്കെ ഉണ്ടാവുള്ളൂ നമ്മുടെ അടുത്ത്. മനസ്സിലായ? അതും പറഞ്ഞിട്ട് വെറുതെ നിലനിൽക്കണേ. ഇവന് മനസ്സിലായ എനിക്ക്. ഇവന്റെ അടുത്താണ് കടഞ്ഞു വെച്ചിട്ട് പൈസ തരായിരുന്നു എന്ന് നമ്മൾ സ്റ്റേജിൽ കയറണ. അതെ, ഇവനാണത്. അപ്പൊ ഇവൻ കാരണമാണ് പച്ചക്ക് സ്റ്റേജിൽ കയറണ. പിടിച്ച നിനക്ക് എന്താ കാശ് വെച്ച് തരാൻ പറ്റില്ലേ? കട വിട്ടല്ലോ ചോദിച്ചത് നിന്റെ അടുത്ത്. കട വിട്ടല്ലോ ചോദിച്ചത്. ഏയ് തല്ലല്ലേ. ഇതിപ്പോ ഡാൻസും കഴിഞ്ഞ് ഡാർക്ക് സീനിലോട്ടാണ് പോണത്. ലവ് സ്റ്റോറി പറയാൻ നിന്റെ പെണ്ണെവിടെ? ഞാൻ ഡാൻസ് കളിച്ചപ്പോ അവളോട് ഇരിക്കണ്ടായിരുന്നല്ല. അപ്പൊ കണ്ടില്ലേ? ഇല്ല. എന്നാ കണ്ടോ? ഇത് ഗ്രൗണ്ട് അല്ലേ? എല്ലാരും എന്താ കളിക്കുന്ന? പമ്പരം കൊത്താണോ? ഫോക്കസ് ആയിട്ട്. ഓക്കെ. ഹൃദയത്തിനിതെന്തു പറ്റി? ഒരു നിമിഷം താളം തെറ്റി. ഒരു നോട്ടം കൊണ്ടെന്നെ കൊന്നുകളഞ്ഞു. എടാ ഞാൻ നോക്കട്ടെ. മാറി എടാ ഞാൻ നോക്കട്ടെ. പെട്ടത്തില്ലേ കാരണം. അല്ലെങ്കിൽ ഞാൻ അവളുടെ ഇപ്പൊ ഗ്രൂപ്പിൽ ഒന്ന് മാറിക്കണം. സ്റ്റൂൾ എടുത്തിട്ടോ എന്തോ പൊട്ടിമുളച്ചു. വെറുതെ ഞാനുള്ളിൽ അതിനെ നനച്ചു. ഞാൻ നോക്കട്ടെ. നോക്ക്. മാറിക്കണ്ട്. അതെ, നീ അവിടെ നോക്കണ്ട, അവിടെ നോക്കിയത്. ഇവിടെ ഇവിടെ നോക്കിയിട്ടുള്ള കാര്യം. എത്ര? 20 ഡിഗ്രി.
കുറച്ചുകൂടെ സൂം ചെയ്ത് നോക്ക്. ഇത് കൊള്ളാട്ടാ. കണ്ട ആ സൂമായി എളിയാ. മെഷർമെന്റ്സ് പറഞ്ഞ 32 കാണും. 32 കറക്റ്റ് പറയും. എന്നാ നീ പോയി അവളോട് ചോദിക്കടാ. 32 അല്ലടാ 34. അതെ 34 എനിക്കും തോന്നി. തരാട്ടോ. മാനസമൈനേ മധുരം പരട്ടപ്പരികുട്ടി, നീ ശോകപ്പാട്ട് പാടാണ്ട് നല്ല റൊമാൻറ്റിക് സോങ്സ് പാട് പറ്റോ? സോറി മനു, ഞാൻ കണ്ടില്ല. ഇതിനൊക്കെ എന്തിനാണ് സോറി ആശയ? ഇതൊക്കെ ഒരു രസമല്ലേ? ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടി പോയി ഇരിക്കാൻ വരാം. രസമില്ല. എന്താ ആശയ? നല്ല രസത്തിൽ ഞാൻ ഒന്നുകൂടെ ഓ വരാം. വേണ്ട, വേണ്ടെന്നേ, വേണ്ട, ഞാൻ പോവാ, വരാം. വേണ്ട. ഇവളെന്നെ ജാക്കി സ്ട്രഫ് ആക്കും. കണ്ടോണേഷൻ ഫീസ് ഇറക്കണ്ടേ? നീ മറക്കുന്ന എനിക്കറിയാം. നീ കുറച്ചു പാട്ടിലാണ്ട് ഓ ഞങ്ങക്ക് പാട്ടിലാണ്ട് നീ ഏത് പാട്ട് പാടിക്കൊടുത്തോണ്ടിരുന്നെ? സുന്ദരി അല്ല ഷൈന, അലസാ കൊലസാ പെണ്ണ് പാടിക്കൊടുക്കുന്നത് അവന് നല്ലത്. നല്ല പാട്ടല്ലേ? അലസാ കൊലസാ പെണ്ണ് അവളിലേക്ക്. ഇതാ പീസ് ഇടറാ. പീസ് എന്നൊരു വിചാരേ ഉള്ളൂ. നമുക്ക് പഴയ പോലെ സ്നേഹമില്ലട്ടാ. പോ ഷൈന എന്താ പരിപാടി? ഒന്നുമില്ല, വെറുതെ ഇരിക്കുക. അസൈൻമെന്റ്സ് ഒക്കെ ചെയ്തിരുന്നോ? ഇല്ലടാ, ഇനിയുണ്ട് കൊറേ. നീ എഴുതിയോ? ഞാൻ തൊട്ടിട്ടില്ല. നീ ഫുഡ് കഴിച്ചോ? നീ ഫുഡ് കഴിച്ചില്ലേ? ഞാൻ കഴിച്ചു. നീ കഴിച്ചാ? ഷൈന, ഞാൻ നിന്നെ പിന്നെ വിളിക്കാം. ഇതെന്താ? അവന് വരാൻ കണ്ട നേരം എന്നിട്ട് എടാ അതെ, നീ 4 ലെറ്റിൽ വന്ന കുട്ടീനെ കണ്ട? ഏതാണ്? ഞാൻ കണ്ടൊന്നും. അവക്ക് എന്നോടൊരു പാളിച്ചില്ലേന്നൊരു ഡൗട്ട്. എന്നിട്ട് കളിച്ചത് കാണാനൊരു ലുക്കൊക്കെ ഉണ്ട്. അവളെന്നെ ശരിക്കും നോക്കിടാ. നീ കണ്ടില്ലല്ലേ? ഇതാ കളി കണ്ടു നോക്കിയായിരിക്കും. നീ പോ. എടാ സീരിയസ് ആയിട്ട്. എടാ നീ എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റാക്കി താടാ പ്ലീസ്. നീ എന്തിട്ടീ പറയണത്? ഒരു പെണ്ണ് നോക്കിന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം ലൈനെന്നാ? നിനക്ക് ഒരു നെയ്ക്കുണ്ട്. ഞാൻ തന്നെ ഷായനൊക്കെ എന്ത് കഷ്ടപ്പെട്ട് വളച്ചെടുത്തെന്ന് അറിയാലോ. ഓ എന്നാലും നീ എനിക്കൊന്ന് സെറ്റാക്കി താ. പുതിയ 2 വിറ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. നീ സെറ്റാക്കി തരോ? നീ സെൻഡ് അവനെവിടെ? അവനോട് ഉണ്ട്. നീ മാർക്ക് പഠിക്കാൻ പോവാ. കയ്യിന്ന് എന്തുട്ടണം? എടാ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ആ ലെറ്റിലെ കുട്ടി അതിനൊന്ന് സെറ്റ് ആക്കണോടാ. അപ്പൊ ഇന്നലെ ഞാൻ രാത്രി പറഞ്ഞില്ലേ? നീ ഇത് സീരിയസ് ആയിട്ട് പറഞ്ഞതാ? അതിനെ എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റപ്പ് ആക്കണോടാ. എങ്ങനെ സെറ്റപ്പ് ആക്കാനാ നിന്റെ മോന്ത് വെച്ചിട്ട്? എന്നാ ഇല്ലടാ ഞാനൊരു പ്ലാൻ ചെയ്തിട്ടുണ്ട്. പ്ലാൻ ഉണ്ട്. അതെ സംഭവിച്ചു കഴിഞ്ഞാ അവളൊന്ന് പോരും. അപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടി അവളെ റാഗ് ചെയ്യണം. റാഗ് ചെയ്ത് കരയിക്കണം. കരയിപ്പിക്കോ? അത് മതി, അത് മതി. കരയിപ്പിച്ചു കഴിഞ്ഞാൽ ഞാനിതൊന്നും അറിയാത്ത പോലെ ലാസ്റ്റ് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് വരും. എന്നിട്ട് ഞാൻ പതുക്കെ എന്റെ ഈ ടവലെടുത്ത് അവളോട് പറയും, കുട്ടി ഈ സുന്ദരമായ കണ്ണുകൾ ഒന്ന് തുടയ്ക്കും. എങ്ങനെ? ഈ ചീക്കട്ട ടവലും കൊണ്ട് അവള് മൂക്കട്ട പോലും തൂക്കൂല. ഇതല്ല, സോറി. ഇന്ന് രാവിലെ മേടിച്ചാടാ. പ്രൈസ് ടാഗ് കുറച്ചാളാ. എങ്ങനെയുണ്ട്? നല്ല സ്ഥലത്തേലും കുടമ്പലിരിപ്പുണ്ട്. നിനക്ക് നാച്ചുറലായിട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ചെയ്യുന്നുണ്ടോ? അതേ അവള് വന്നിട്ട് അപ്പുറത്തെ 2ാമത്തെ. ഈശോയെ അടിപൊളി ആക്കണേ. ഒരു മയത്തിലൊക്കെ വന്നിട്ട് വെറുതെ കരയിക്കണം. ചോദിച്ചിട്ട് എന്താ പേര്? ടീന. നിന്റെ പേരെന്താ? ആര്യ നമ്പൂതിരി. ആര്യംപൂരിന്ന്? നമ്പൂരിയാന്ന്. ഏതിലെത്തിയ? മേമന ഇല്ലത്തെ വാമന നമ്പൂരിയാണോ കുട്ടിയുടെ അച്ഛൻ? ആണെങ്കിൽ തനിക്കെന്താ? ഹൈ മൂക്കത്താണല്ലോ കുണ്ടി. ശുണ്ടി ശുണ്ടി. സീനിയേഴ്സിനോട് കുറച്ച് ബഹുമാനമൊക്കെ ആവും. അവളോട് നീ പോയ ഏതാ ബാച്ച്? സെക്കൻഡ് സിവിൽ. ലെറ്റാ പാട്ട് പാടോ? നീ പാട്ട് പാടാറിയാം. അതിനത് ചിരിക്കണത്?
ഞാൻ കോമ്പറ്റീഷനൊക്കെ ഫസ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചാ? ഇല്ല. ഏത് പാട്ടാ പാടാ? മലയാളം വേണോ, ഹിന്ദി വേണോ, തമിഴ് വേണോ? ഇതൊന്ന് കാസ്റ്റ് അടിയാ. മലയാളം മതി. പാടാം. താഴെ വേണോ, മോളി വേണോ? പിച്ചേ. മൊത്തത്തിൽ വേണ്ടി വരും എന്നല്ല പറഞ്ഞേ. കുട്ടി കുട്ടി വേണ്ട. അത് താൻ നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് പഠിക്കൂ. മോളു മോളു ഇത് മതി ഇത് മതി. എനിക്ക് ഞാൻ എൻ്റെ ഫേവറേറ്റ് സോങ് പാടാം. എന്താണ് പൊക്കോടുന്ന്? ഇവിടെ ആരും കിടന്നിട്ടില്ല. എന്റെ ഷായിന മോളെ കെട്ടിപ്പിടിച്ച് നെറ്റിയിലൊരു ഉമ്മാരുടെ. എനിക്കൊരു നല്ല മേലെ ഓരോട് തരാം. ഹലോ ഹലോ അവള് കട്ടാക്കിട്ട് പോയി നശിപ്പിച്ചു. നീ ഇപ്പൊ അവിടെ നിന്നേ. അവള് കട്ടാക്കി. ഞാനുണ്ട് നിനക്ക്. ഒരു ഹലോ എന്താ കട്ടാക്കിയ? ഒരു ഉമ്മതായോ? രമണൻ എന്താടാ ടീന വിളിച്ചോ? വിളിച്ചിട്ടുണ്ടായിടാ. അവള് വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഞാനൊന്ന് വിളിക്കണോ? നീ ഇനി വിളിക്കണ്ട. നിന്റെ നമ്പർ ഇനി വിളിക്കല്ലേ? ടീന വിളിക്കട്ടെ. സിഗരറ്റ് ഞാൻ തരാം. ചേട്ടായി ഒന്നറാ. കോച്ചൊന്നും കൊണ്ടുവന്നില്ല. അതൊക്കെ സെറ്റാക്കാ. മനുഷ്യരോട് തീ പിടിച്ചിരിക്കുമ്പോൾ സ്കോച്ചും കോപ്പൊക്കെ പറഞ്ഞോണ്ടിരിക്കണം. എടാ കോളുണ്ട്. ടീനയാണ്. ഹലോ ടീന. ഷാഹിനെ വിളിച്ചാ? എന്നിട്ട് ആണോ? ഓക്കെ ഞാൻ വിളിക്കാന്നാ. എന്താ പറഞ്ഞ? അവളുടെ ഫോൺ ഓഫാന്ന്. വീട്ടിലേക്ക് വിളിച്ചപ്പോ അവളോട് ആരോ ചൂടായിന്ന്. അവളുടെ ബ്രദറായിരിക്കും. എന്ത് ചെയ്യും? സീനൊന്നുമില്ല, നീ ടെൻഷൻ അടിക്കല്ലേ. നമുക്ക് ഷാഹിനയുടെ വീട് വരെ ഒന്ന് പോയിട്ട് വരാം. പോണോ? പോയിട്ട് വരാം. ജസ്റ്റ് ഒന്ന് പോയിട്ട്. ഷാഹിനയുടെ വീട്ടിൽ ഷാപ്പുണ്ട്. ബാ ഷാഹിനയുടെ കേറിയെന്നേ. ഓക്കെ അല്ലേ? എടാ അവളുടെ ഉപ്പുണ്ട ഞാൻ പണിയാ. കുഴപ്പമുണ്ടാവില്ലടാ. കുഴപ്പമൊന്നും ഉണ്ടാവില്ല. നല്ല കള്ളായി. ഒന്ന് പോയി നോക്കാം. പോലീസ് പോലീസ് പോലീസ്. സിഗരറ്റ് പോലീസ്. എന്റെ പൊന്നോ. എന്താടാ പേര്? പേരെന്താന്ന്? റോബിൻ. നിന്റെ പേരോ? ഹരി. അപ്പൊ നേരൊന്നും കിട്ടിയില്ല. ടൈസൺ. നിങ്ങൾ മൂന്നുപേരും ജീപ്പിലേക്ക് കയറും. സാർ എന്തെങ്കിലും ചാർജ് ചെയ്തിട്ട് വിട്ടു സാറാ. അതൊക്കെ നമുക്ക് സ്റ്റേഷനിൽ ചെന്ന് തീരുമാനിക്കാം. അതെ സ്റ്റേഷനിൽ പോണ. താൻ ഈ ബൈക്ക് എടുത്ത് പുറകെ വാ. എടുത്തോ. കേറ് റോബിൻ കേറ്. സ്റ്റേഷൻ കേറ്. ഒരത്യാവശ്യം തൊപ്പേരിച്ചല്ലോ സാറേ. ടയർ മൊട്ടയല്ലോ സാറേ. ടയർ എന്താ സാറേ? ഇനി ഉണ്ടാവില്ല സാറേ. പിന്നെ ബൈക്കില്ലാത്തോണ്ട് ജംഗ്ഷനിൽ ഇറക്കാൻ പോയതാ. അടങ്ങി നിക്കടാ. SI ഇപ്പൊ വരും. സാർ വന്നിട്ട് തീരുമാനിക്കാം. അവന്മാരെ കൊണ്ടുവന്നിട്ടുണ്ട്. സമാധാനപ്പെട്. SI ഇപ്പൊ വരും. മോന്തൊന്ന് കാണല്ല. കണ്ടിട്ട് മഞ്ഞ കൊയ്യാന്നാ തോന്നുന്നു. ഷാഹിനയുടെ ഉപ്പ. ഇങ്ങനെ നോട്ടം കണ്ടിട്ട് നിന്റെ മയ്യത്തോ അവളുടെ കല്യാണം ഒരുമിച്ച് നടക്കുന്ന തോന്നണേ. നിങ്ങളവിടെ നിൽക്കുന്ന മോളെ കാര്യത്തിൽ ഒരു തീരുമാനമായ പോലെ ഞമ്മക്ക്. അയാൾ എന്നെ പിടിച്ച് കടിക്കാതെ നോക്കണം. ഇല്ലാണ്ടിക്കടമോനും തമാശ കളിക്കില്ല. ഞാൻ കാര്യമല്ല പറഞ്ഞേ. നീ കൊട്ടക്കന്നെടാ. ഞങ്ങളുണ്ട്. കട്ടക്കിക്കാൻ പറഞ്ഞിട്ട് മരക്കട്ട പോലെ കളിക്കണത്. ഒന്നും മിണ്ടാണ്ട് നടാ. എന്റെ ദൈവമേ. പോലീസുകാരനാണെങ്കിലും ഞാനൊരു കലാകാരനല്ലോ. ഇയാള് ചിരിയും കളിയാണല്ലോ.
SI ഹാപ്പിയാണ്. സാറ് ഹാപ്പിനെ കൊണ്ട് ഞമ്മക്കെന്ത് കാര്യം? ആദ്യം നമ്മളെ കുട്ടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എന്നാ നമ്മളും ഹാപ്പി ആയിക്കോളാം. അതെ, നിന്റെ കാര്യത്തിൽ തീരുമാനം SI യുടെ പേരാണ് ഹാപ്പി. പഠിച്ച റബ്ബെജാതി പേരുണ്ടാവും മനുഷ്യന്മാർക്ക്. ഹാപ്പി ഒരു അച്ചാറിന്റെ പേരിലിടൂ. ജാമുണ്ട്. നമ്മള് അതെ സർ, അവന്മാരാണ് സാർ. നമ്മളല്ല. അവരാ ഒരാണ്. ആരടാ ഹരി? സാർ ഇവനാ. അത് ഞാനല്ല ഹരി. നീയല്ലടാ ഹരി എന്ന് പറഞ്ഞ? ഞാൻ അറിയാതെ പറഞ്ഞട്ടാ. ഓന്റെ മോന്തയ്ക്ക് കൊടുത്തു സാറേ. വേണ്ട, മൂപ്പര് കൊടുത്തോളൂ. അല്ല പിന്നെ നീയാണ് ഹരി നേരത്തെ പറഞ്ഞത്? എന്താ അങ്ങനെ പറഞ്ഞു? അത് എന്താ കാര്യം പറയേ? എന്തിനാ അങ്ങനെ പറഞ്ഞെന്ന്? അത് RCBക്ക് ഇവന്റെ പേരിലാണ്. ഇവനാണ് ശരിക്കും ഹരി. നീ ഹരിയല്ലേ? കേസൊന്നും എന്റെ പേരിൽ വരാതിരിക്കാൻ വേണ്ടി കള്ളന്മാരാണ് സാറേ. അല്ല. അപ്പൊ അതാണ് സംഭവം. മോനെ, പോലീസുകാരെന്താ പൊട്ടന്മാരാണെന്ന് കരുതി? നിനക്കൊക്കെ തോന്നിയ ദിവസം പറയാനല്ലോ സാറാ. അല്ല, ഒന്നങ്ങ് എന്താ എന്റെ പേര്? മനു. അത് ഹരി. ഇവനാണ് ഈ കൂട്ടത്തിലെ ഫ്രോഡ് സാർ. എനിക്കറിയാം. നിന്റെ പേര്? ടൈസൺ. മൈക്ക് ടൈസൺ അല്ലേ? ഇവന്റെ ആരാ നിങ്ങൾ? ഫ്രണ്ടാണ് സാർ. ഫ്രണ്ട്. അപ്പൊ നിങ്ങളാണ് ഇവന്റെ സഹായികള് അല്ലേ? അതെ. ആണോ? എന്താണ് താഴെ നോക്കണേ? മുഖത്ത് നോക്കി സംസാരിക്കണോട്ടാ. ഹരി, നീ ഷാനായിട്ട് എന്താ ബന്ധം? പറയടാ. ഞങ്ങള് ക്ലാസ്മേറ്റ്സാ. അത് മാത്രമല്ല, നീ ധൈര്യമായിട്ട് പറയടാ സാറിൻ്റെ അടുത്ത്. നീ ആരടാ ധൈര്യം കൊടുക്കാൻ? അങ്ങനെയല്ല സാറേ, ഞങ്ങളല്ലേ ഉള്ളൂ സാറേ അവന് കൂട്ടായിട്ട്. നീ സംസാരിക്കണ്ട, പറ. വേറെ ബന്ധമൊന്നും ഇല്ലേ? പറയടാ. ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തില്ല. എന്താടാ? ആക്ഷൻ ഡയലോഗൊക്കെ ഞാൻ ചെയ്യും, നിങ്ങൾ കണ്ടാ മതി. മനസ്സിലായില്ലേ? മൂപ്പരായിക്കോളൂ. സീനാണല്ല. അപ്പൊ നമുക്കൊരു തീരുമാനം ഉണ്ടാക്കണ്ടേ? ലോക്കപ്പുറ സാർ. കേറടാ. നീ ഫസ്റ്റ് ടൈമാണോ ഇവിടെ? ഉള്ളു കൊണ്ടെടുത്തല്ലാനാ നന്നായിട്ട് കിട്ടിക്കോളൂ. എന്താ സാറന്മാർക്ക് കയറാൻ പ്രത്യേകിച്ച് ക്ഷണക്കത്ത് വേണോ? അതിന് ഞാൻ പ്രേമിച്ചിട്ടുള്ള, അവനാണ് പ്രേമിച്ചിട്ടുള്ളത്. പ്രേമിച്ചിട്ടില്ലല്ലേ? എന്നാ വാ, നമുക്ക് പ്രേമിക്കാം. വാ ചെല്ലടാ. പെണ്ണേസാണല്ലേ? അല്ലടാ, കൊലക്കേസ് തന്നെ കൊല്ലട്ടെ. വേണ്ട. എന്താടാ? ഒന്നുമില്ല സാർ. അല്ല, ഞാൻ കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഈ കോളേജിൽ പോണത് പ്രേമിക്കാനാണോ അതോ പഠിക്കാനാണോ? സാറേ, ഈ സ്നേഹിക്കുന്നത് അത്ര വലിയ തെറ്റാണോ സാറേ? അത് ഞാൻ പറയുന്നില്ല, അതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല. സാറ് ഈ മമ്മൂട്ടിയുടെ ഗ്ലാമർ വെച്ചോണ്ട് ഞങ്ങൾ ഉപദ്രവിക്കില്ല സാറേ. സാറിനെ കണ്ട മമ്മൂട്ടിയുടെ നല്ല ചായ ഉണ്ട്. ചായ ചെയ്ത് അതിവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമില്ലേ? പ്രത്യേകിച്ച് വാർത്തയൊന്നുമല്ല. സാറിന് ഇത്രയും ഗ്ലാമർ ഉണ്ടായിട്ട് സിനിമയിൽ അഭിനയിക്കാൻ പാടില്ല സാറേ? വല്ലതറിയാവോ? സാറിനെ സൂപ്പർ സ്റ്റാറുകൾ ഒതുക്കി കളഞ്ഞാണ്. സാറ് 1-2 സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുള്ളതാൻ അറിയാവോ? പറഞ്ഞു കൊടുക്ക് സാറേ ഒന്ന്. ശരിക്കും കള്ളനാണെങ്കിലും ഉണ്ടല്ലോ, ഒറ്റയടിക്ക് സത്യം പറയും. മറ്റുള്ള കള്ളന്മാരെ പോലെ ഇടികൊണ്ട് പുതക്കാൻ വേദന എടുത്തതാണെങ്കിലും. പിന്നെ സാറ് എന്ത് ഇടിയൊക്കെ ഇടിച്ചത്? കക്കാൻ നടക്കണേ ജീവിക്കണ്ട സാർ. അപ്പൊ പറ, എന്താണ് ശരിക്കും ആക്ച്വലി പ്രോബ്ലം? എന്നെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങളെല്ലാം ഹാപ്പി ആയിട്ട് ഒരു പര്യവസാനം, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായില്ലേ? ഹാപ്പി എൻഡിങ്. അപ്പൊ പറ, വേഗം പറ. സാർ, ഇവളും അവനും തമ്മിൽ ഇഷ്ടത്തിലായതുകൊണ്ട്, അവനും ഇവളും തമ്മിൽ പ്രശ്നത്തിലായതുകൊണ്ട്, അവരെ തമ്മിൽ പ്രേമത്തിലായതുകൊണ്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ തേണ്ടി അവളുടെ വാപ്പാനോട് ഉമ്മ ചോദിച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. മതി ചമ്മന്തി അരച്ച് കാര്യം പറ. എന്റെ സാറേ, അവര് തമ്മിൽ നല്ല ഇഷ്ടത്തിലാണ്. ആണോടാ? എന്താ ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത? അല്ല, ഇവനാണ് ഞാൻ വിശ്വസിക്കില്ല, ഫ്രോഡാണ്. സത്യം. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, സംഭവങ്ങള് നമുക്കൊന്ന് സംസാരിച്ചു നോക്കാം. മനസ്സിലായില്ലേ? ഉറപ്പൊന്നും പറയില്ല. മനസ്സിലായില്ലേ? അപ്പൊ സംസാരിച്ചു നോക്കാം. എന്ത് സാറേ, എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആക്കി തരണം. അതല്ലേ ഞാൻ പറഞ്ഞത്, കാര്യങ്ങള് ഹാപ്പി ആയിരിക്കണം.